Momma's dishwash liquid. Soft on hands. തങ്ങളുടെ ജനതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവർക്കൊപ്പം പങ്കുചേരുകയാണ് സിഖ് ജനത. ഐക്യം എന്താണെന്ന് പലരും സിഖുകാരെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. എൻ്റെ കർഷക സഹോദരങ്ങൾ ഡൽഹി സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കെങ്ങനെ നിങ്ങളുടെ പുരസ്കാരം സ്വീകരിക്കാനാവുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡയോട് പോലും മുഖത്തേക്ക് നോക്കി എനിക്ക് നിങ്ങളുടെ പുരസ്കാരം വേണ്ടെന്ന് പറഞ്ഞ വരീന്ദർപാൽ സിംഗിനെ പോലുള്ള അനേകായിരങ്ങളാണ് ഈ കർഷക സമരത്തിൻ്റെ മറ്റൊരു ശക്തി. തങ്ങളുടെ കർഷകർക്ക് വേണ്ടി പല പുരസ്കാരങ്ങളും വേണ്ടെന്ന് വെച്ച പഞ്ചാബിൻ്റെ സിംഹങ്ങൾ മോദി സർക്കാരിനെ വീണ്ടും വിറപ്പിക്കുകയാണ്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് പിന്തുണയുമായി ജോലി രാജിവെച്ചിരിക്കുകയാണ് പഞ്ചാബ് ജയിൽ DIG ലഖ്മീന്ദർ സിംഗ് ജഗാർ. ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ശനിയാഴ്ച രാജിക്കത്ത് നൽകിയതായി ലഖ്മീന്ദർ സിംഗ് പറഞ്ഞു. എല്ലാ നടപടികളും പൂർത്തിയായി. ഇനി എൻ്റെ രാജി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും ലഖ്മീന്ദർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ സമാധാനപരമായി സമരം നയിക്കുന്ന കർഷക സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ താൻ തീരുമാനിച്ചുവെന്നാണ് രാജിക്കത്തിൽ ലഖ്മീന്ദർ സിംഗ് വ്യക്തമാക്കിയത്. അടിസ്ഥാനപരമായി ഞാൻ കർഷകനാണ്, പിന്നീടാണ് ഞാനൊരു പോലീസുകാരനാവുന്നത്. എൻ്റെ അച്ഛൻ വയലുകളിൽ കഠിനാധ്വാനം ചെയ്ത കർഷകനാണ്. അങ്ങനെ അധ്വാനിച്ചാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. അതിനാൽ എൻ്റെ എല്ലാ കർഷക സഹോദരങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ലഖ്മീന്ദർ സിംഗ് പറയുന്നത്. താൻ ഉടനെ തന്നെ ഡൽഹിയിലെത്തി കർഷകർക്കൊപ്പം അണിചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. 1989 ലഖ്മീന്ദർ സിംഗ് സർവീസിൽ പ്രവേശിച്ചത്. തൻ്റെ മാതാവാണ് ഗ്രാമത്തിലെ കൃഷിക്കാര്യങ്ങളുടെ മേൽനോട്ടം നടത്തുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ തണുപ്പിൽ സമരം ചെയ്യുന്ന കർഷകരെ കുറിച്ച് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. അതാണ് എന്നെ രാജിയിലേക്ക് നയിച്ചത്. അതേസമയം കർഷകർക്ക് പിന്തുണയറിയിച്ച ഇന്ത്യൻ സൈനികർ ധീരതയ്ക്ക് ലഭിച്ച 5000 മെഡലുകൾ ശേഖരിച്ച് തിരിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ കേന്ദ്രം മുന്നോട്ട് വെച്ച കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. വരുന്ന 2 ദിവസത്തിനുള്ളിൽ 25,000 മെഡലുകൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിഷേധിക്കുന്ന സൈനികർ പറഞ്ഞു. സൈനികരും കർഷകരുമുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. 8 പേർ രാജ്യത്തിനായി അതിർത്തിയിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് എന്താണ് ഞങ്ങളോട് ചെയ്യുന്നത്? ഈ രാജ്യം ജീവിക്കാൻ യോഗ്യമല്ലാതായി തുടങ്ങിയിരിക്കുന്നു. വിരമിച്ച സൈനികൻ ബൽവീന്ദർ സിംഗിന്റെ വാക്കുകളാണിത്. നേരത്തെ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ, ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ദേവ് സിംഗ്, പ്രശസ്ത പഞ്ചാബി കവി സുർജിത് പട്ടാർ തുടങ്ങിയവർ പത്മ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പഞ്ചാബിലെ നിരവധി കായിക താരങ്ങളും കർഷകർക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു. പഞ്ചാബികളുടെ കരുത്ത് അവരുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സുകളിൽ കൂടിയുണ്ട് എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.